അപ്പോൾ ഈ ഒരു മൂന്നെണ്ണത്തിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ പെട്ടി പൊട്ടിക്കൽ വീഡിയോ. അപ്പോൾ ഇതാ ഇതിൽ ഈ 3 കളേഴ്സ് വന്നിട്ടുണ്ട്. ഇതെന്താ അറിയുക, നമ്മൾ ബോഡി സ്ക്രൈബർ, അതായത് ബോഡി സ്ക്രൈബർ എന്ന് മനസ്സിലായില്ല എന്ന് വെച്ചാൽ സിലിക്കണ്ട റബ്ബറിൻ്റെ ടൈപ്പ് നമ്മളെ ബോഡീൻ്റെ സ്ക്രബ്ബർ, ചേരുത്തപ്പ് എന്ന് പറയും. നമ്മൾ എന്താണ് ഈ ബോഡി കഴുകാൻ വേണ്ടിയിട്ട്, കുളിക്കണ സമയത്ത് ബോഡി കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഐറ്റം. അത് ഞാൻ ഇതും 3 മീഷോന്നാണ് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ പെട്ടിമേൽ അതിൻ്റെ കുറച്ച് കളേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഈ സ്പോഞ്ചിൽ അവിടെ നമ്മൾ സോപ്പ് ഇടണം, എന്നിട്ടാണ് അത് നമ്മൾ ഒരുക്കേണ്ടത് നമ്മളെ ബോഡിമേൽ. മനസ്സിലായ? ഈ സ്പോഞ്ചിൻ്റെ അവിടെ നമ്മൾ ഈ സോപ്പ് വെച്ചിട്ടാണ് നമ്മളിത് ബോഡിമേൽ ഒരുക്കുക. ആ ഒരു ഇങ്ങനെ ഈ ഒരു ഇതല്ലേ, ഇങ്ങനെ മുള്ള് പോലത്തെ ടൈപ്പ്, അവിടെ നമ്മൾ ഒരുക്കുക. മനസ്സിലായ? അപ്പോൾ ഈ പത വരിക ഓട്ടയിൽ കൂടെയാണ് വരിക നമ്മൾ സോപ്പ് വെക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഞാൻ മറ്റേ ഒരു ചേരുത്തപ്പ് പോലത്തെ ഉണ്ടായിരുന്നല്ലോ, ഒരു നെറ്റ് ടൈപ്പ്, അങ്ങനത്തെ ഇരുന്ന് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അതൊന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്, ഏതാണ് കംഫർട്ട് എന്ന് വെച്ചാൽ അതിലോട്ട് മാറാമെന്ന് വെച്ചിട്ട്. അടുത്ത പ്രൊഡക്റ്റ് മീഷോൻ്റെ പ്രൊഡക്റ്റാണ്. അത് അടുത്തല്ലേ 2 പ്രൊഡക്റ്റ് ഇനി മീഷോൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഹെയർ ബാൻഡാണ്. നമ്മൾ കുട്ടികളെ മുടിയൊക്കെ ഒരു പഫ് ടൈപ്പിൽ നമുക്ക് കുട്ടികളുടെ മുടിയൊക്കെ ജസ്റ്റ് നമ്മൾ പുറത്ത് പോകുമ്പോൾ കുട്ടികൾക്ക്, പെൺകുട്ടികളുള്ളവർക്കൊക്കെ പുറത്ത് പോകുമ്പോൾ ഇത് മാത്രം കുട്ടികളെ ഹെയറിൽ വെച്ച് കൊടുത്താൽ മതി. നല്ല കംഫർട്ടായിട്ട് നിൽക്കും, നല്ല സെറ്റായി നിൽക്കും. ഞാൻ ശരിക്കും അത് വീഡിയോത്തെ അതേപോലെ, പക്ഷേ ഇത് വെക്കുമ്പോൾ ഒരു എന്താ കാര്യം എന്ന് വെച്ചാൽ എണ്ണ ഇട്ട് കൊടുക്കരുത് കുട്ടികളുടെ മുടി. ആ ഒരു ഫോട്ടോയിൽ ഞാൻ കാണിച്ചത് ഇതെങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു ഭംഗിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ മുടി എണ്ണ ഇട്ട് കൊടുക്കരുത്. എണ്ണ ഇട്ടാൽ മുടി എന്ത് ചെയ്യും, പിന്നെ താന്ന് നിൽക്കും. ഇത് ഹെയർ ബാൻഡ് യൂസ് ചെയ്യുമ്പോൾ ഇത് പൊന്തി നിൽക്കണം, അപ്പോഴാണ് ആ ഒരു ഇമേജിൻ്റെ സ്റ്റൈൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ ഇത് ഹെയർ ബാൻഡൊക്കെ ഒരു ലോ ക്വാളിറ്റി ഹെയർ ബാൻഡൊന്നും തീരെ കട്ടിയില്ല, തൊട്ടാ പൊട്ടുന്ന അവസ്ഥയാണ് ഹെയർ ബാൻഡൊക്കെ. പക്ഷെ എന്നാൽ മുത്തും നല്ല, ഇതിപ്പോൾ എന്താ കനയില്ലാത്ത സാധനത്തിന് കനുള്ള സാധനം വെച്ച പോലെ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഒരു ടോപ്പും ഷോളും മാത്രം അങ്ങനെ വാങ്ങിയതാട്ടോ. ഷോള് തീരെ വൃത്തിയില്ല. ടോപ്പ് നല്ല വൃത്തിയുണ്ട്, പക്ഷേ ഷോള് എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ എന്താ ചെയ്യുക, പുതച്ച് യൂസ് ചെയ്യണവർക്കൊന്നും പുതച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല, തീരെ വൃത്തിയില്ല, വൃത്തി കുറവാണ്. പിന്നെ ലെങ്ത്ത് ഉണ്ട് കേട്ടോ, പക്ഷെ വൃത്തി കുറവാണ്. പക്ഷെ ഷോളിൽ വന്നിട്ടുള്ള ഈ കളേഴ്സിൻ്റെ പ്രിൻ്റൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടാണ്. പിന്നെ അതിൻ്റെ കളറും ഇതിൻ്റെ എന്താ പറയല്, ഈ ഒരു ക്ലോത്ത്, ഇതിൻ്റെ ഒരു എന്താ പറയല്, ഇതിൻ്റെ മെറ്റീരിയൽ, ഇതിൻ്റെ ഒരു ഡിസൈന് കാര്യങ്ങൾ, എനിക്ക് ഇല്ലാത്തൊരു ടൈപ്പ് ചുരിദാറാണ് ഇത്. അപ്പോൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടാണ്. ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടാണ് ഈ ഷോളാണ്. ഇത് ഷോളിൻ്റെ ഹൈലൈറ്റ് ലുക്ക് നിങ്ങൾ നോക്കി ഇങ്ങോട്ട് പറയുങ്ങൾ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ബോഡി സ്ക്രബ്ബർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടില്ലേ പതാസൊക്കെ വരുന്നത്, ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഐറ്റം. പിന്നെ നമ്മളെ തലയിലും നമ്മളെ ഹെയറും പിന്നെ കുട്ടികളുടെ മുടിയും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് കഴുകാൻ പറ്റും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ചുരിദാറിൽ ഈ ഒരു പിക്ചർ കണ്ടിട്ടെങ്കിൽ പുതച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഷോളല്ല വിടുത്തുണ്ടാവും എന്നൊക്കെ കരുതിയിട്ടാണ് വാങ്ങിയത്, പക്ഷേ ഷോളിൻ്റെ വിടുത്ത് കുറവാണ്. പിന്നെ ഇതിലുള്ള പിക്ചറിൻ്റെ അതേപോലെയല്ല നമുക്ക് സാധനം കിട്ടിയിട്ടുള്ള കളറ് വ്യത്യാസം തന്നെയാണ്. ഇതിൽ പിക്ചറിൽ കണ്ടപ്പോൾ കളറെല്ലാം എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഹെയർ ബാൻഡിൽ ക്ലിപ്പ് ടൈപ്പ് ഹെയർ ബാൻഡ് കേട്ടോ. ഈ ഒരു റെഡ് കളറിലൊക്കെ വൈറ്റ് കളറിലുള്ളൊക്കെ ക്ലിപ്പുകളുണ്ട്. അപ്പോൾ ആ ക്ലിപ്പ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ മുടി ഇങ്ങനെ ഉള്ളിലാക്കിയിട്ടുണ്ടോ നമ്മളിത് കുട്ടികൾക്ക് ഹെയർ വാർന്ന് കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഈ ഒരു രീതിക്ക് ഇങ്ങനെ മുടി നിൽക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞ എണ്ണ യൂസ് ചെയ്യരുത്, എണ്ണ യൂസ് ചെയ്യാതെ ചെയ്ത് കൊടുക്കുക.